പ്രിയമുള്ളവരെ, നമുക്കൊക്കെ അറിയാവുന്ന ആളാണ് ഇവർ. പക്ഷേ ഇതൊരു വിഷയം ഞാൻ ഇന്ന് പറയാനുള്ള കാരണം, ഇവർക്കിങ്ങനെ സുഖമില്ലാന്ന് പറഞ്ഞിട്ടും 15 വയസ്സ് മുതൽ താൻ കഷ്ടപ്പെടുകയാണ്, യുദ്ധത്തോട് പൊരുതുകയാണ് ഈ അസുഖത്തോടെന്ന് പറഞ്ഞിട്ടും ആളുകൾ ഒരാളെ ഇന്ന് കമൻറ്റുകൾ വായിച്ചു നോക്കുക. എൻ്റെ പൊന്നു മക്കളെ, നമ്മളിൽ ഒരിക്കലും ചാണകം തിന്നറ് പശുവിൻ്റെ മൂത്രം കുടിക്കാറ്, ബുദ്ധി ബാക്കോട്ട് പോകും. നല്ല നല്ല ഭക്ഷണം കഴിക്കുക, പാല് കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. അതേപോലെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ചാണകം തിന്നുന്ന ഓൻ്റെ വർത്താനം കേൾക്കാനും പോറ്, പശുവിൻ്റെ മൂത്രം കുടിക്കുന്ന വർത്താനം കേൾക്കാനും പോയാൽ തരാം നിങ്ങളില്ല ബുദ്ധിയും പോകും. അല്ലെങ്കിൽ എങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ എഴുതാൻ സാധിക്കുന്നു? ഒരു മാനസിക പരിഗണന നമ്മൾ നൽകണ്ടേ? പ്രത്യേകിച്ച് അവരൊരു സ്ത്രീയാണ്. ഈ അടുത്ത കാലത്ത് ബിഗ് ബോസിൽ അവർക്കെതിരെ ഒരാൾ പറയുകയും പിന്നീട് മാപ്പോലെയൊക്കെ ചെയ്ത സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഒരു സ്ത്രീക്ക് നേരെ നടത്താൻ, ഒരു അസുഖമാണെന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നടത്താൻ എങ്ങനെ സുധീറിൻ്റെ അടുത്ത് ഗോൾ പ്ലസ് ചെയ്യുന്നു ഒരുത്തനെ എഴുതിയ കമൻറ്റ്? എങ്ങനെ സാധിക്കുന്നു മനുഷ്യരെ? ഇങ്ങനെ ചോറല്ലേ ഉപയോഗിക്കുന്നു? നിങ്ങൾ ഭക്ഷണം എന്താ കഴിക്കുന്നു? ഇങ്ങനെ ബുദ്ധി പേക്കോട്ട് പോകുന്നു? എങ്ങനെ സാധിക്കുന്നു? ഒരു മാനസിക പരിഗണന ഇല്ലാത്ത ഒരു രോഗിയായിരിക്കുമ്പോൾ പോലും ഒരു പരിഗണന നമ്മൾ നൽകണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയില്ല, നിങ്ങൾ ചീത്ത മാത്രമേ നിങ്ങളെ വായിൽ വരും, മോശം മാത്രമേ വരുമെങ്കിലും നിങ്ങൾക്ക് മുണ്ടാതിരുന്നൂടെ? മൗനം പാലിച്ചൂടെ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എന്തൊരു അത്ഭുതം ഇതൊക്കെ. അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക, നല്ലത് പറയുക, അല്ലെങ്കിൽ മുണ്ടാതിക്കുക. ഒരാളൊന്നും പറയേണ്ട, ഒരു പ്രശ്നവുമില്ല. ഇവൻ്റെ പേരൊക്കെ മറച്ചിട്ട് കാണിച്ചു, പേരും കാണിക്കണം ഇങ്ങനത്തെ വക്കോട്ടികളെല്ലാം. എന്തിനാ പേര് മറക്കുന്ന ഇവൻ്റെ ഒക്കെ?